ഇനി ഞാൻ പരിചയപ്പെടുന്നത് എക്സെൻസ് മിഡ് സമ്മർ എന്ന പെർഫ്യൂമാണ്. ഈ മിഡ് സമ്മർ ആദ്യം 30 ml മാത്രം ഉണ്ടായിരുന്ന ഒരു പെർഫ്യൂമാണ്. എക്സെൻസിലെ ഫസ്റ്റില് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതെല്ലാം 30 ml മാത്രമായിരുന്നു. സോ അന്ന് ഒരുപാട് പേര് ഇതിന്റെ ചെറുതുണ്ടോ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് നാള് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഈ അടുത്തായിട്ടാണ് എക്സെൻസിലെല്ലാം 8 ml 20 ml ഒക്കെ വരാൻ തുടങ്ങിയത്. പിന്നെ ഇത് ഇപ്പോൾ 8 ml അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ബോട്ടിലാണ് വരുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ആക്സൻസിന്റെ പെർഫ്യൂംസ് നോക്കിയാൽ മനസ്സിലാവും. സാധാരണ നമ്മുടെ ലേറ്റർ സ്റ്റോറിലുള്ള പെർഫ്യൂംസിന്റെ ബോട്ടിലുകളുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാണെങ്കിൽ ഒന്നെങ്കിലും ബ്ലാക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡാർക്ക് അല്ലെങ്കിൽ ബ്ലൂ ഡാർക്ക് കളേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിന്റെ ബോട്ടിൽസ് കാണാം. 8 ml പിന്നെ 20 ml ആണെങ്കിൽ ആ ഒരു ഫ്രോസ്റ്റഡ് ടൈപ്പാണ്. 50 ml ആണെങ്കിലും അതിന്റെ ബോട്ടിൽസിൽ ഡിഫറൻസസ് ഉണ്ട്. സോ അതിന് അങ്ങനെ ഒരു യുണീക്നെസ് ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഈ മിഡ് സമ്മർ എന്നുള്ളത് പിന്നെ നമ്മുടെ ടോമി ഹിൽഫിഗർ ടോമി ഇഡിറ്റി പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. ഇത് ഫ്രാഗ്രൻസ് വരുന്നത് ഇതിൽ നല്ല ഫ്രഷ്നെസ് ആണ്. നല്ല മാൻലി മസ്കുലിൻ ഫ്രഷ്നെസ് ആണ് കിട്ടുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ടിനൊക്കെ പറ്റിയ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു പ്യോർ ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ്. അതിന്റെ കൂടെ തന്നെ ഇതിൽ കുറച്ചൊരു ലാവൻഡർ പൗഡറി പോലത്തെ ടച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു അരോമാറ്റിക് നോട്ട്സ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഗ്രീൻ ആപ്പിളിന്റെ വൈബ് വരുന്നുണ്ട്. പിന്നെ കുറച്ചൊരു സ്പൈസി നോട്ട്സും ട്രൈഡോങ്ക് വരുമ്പോൾ ഒരു ഊട്ടി ഫ്രാഗ്രൻസ് ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഒരു എന്താ പറയാ അത്യാവശ്യം ഫ്രാഗ്രൻസ് തരുന്നതാണ്. ഒരു 2 hours ലെവലിലൊക്കെ ഇതിന്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു 5 to 6 hours ലെവലിൽ ലോഞ്ചിവിറ്റി കിട്ടുന്ന അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂമാണ്. ട്രൈ ചെയ്ത് നോക്കുക. 8 ml 20 ml 50 ml ആണ് ഇനി മുതൽ അങ്ങോട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുക. 30 ml ആക്സൻസിന്റെ പെർഫ്യൂംസ് കുറച്ചും കൂടി നാളെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇത് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ളത് ഈ ഒരു സൈസസ് ആയതുകൊണ്ടാണ് അങ്ങനെ നോക്കാം എന്ന് കരുതിയത്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത് വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു മാൻലി പെർഫ്യൂം നോക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയതാണ് മിഡ് സമ്മർ.